ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നീറ്റ് 2024 റാങ്ക് പ്രകാരം കേരളത്തിൽ ഏത് കോഴ്സിനാണ് അഡ്മിഷൻ ലഭിക്കുക എന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള നീറ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളും കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം. ഞാൻ ഈ പറയാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളും 2023 റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം ഈ വർഷത്തിൽ എക്സാക്ട് ആ കണക്കായിരിക്കില്ല, ചെറിയൊരു വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ സാധിക്കും. പക്ഷെ ഏറെക്കുറെ നമുക്ക് ഏത് കോഴ്സ് ആയിരിക്കും ലഭിക്കുക എന്നത് നമുക്കൊരു കാര്യത്തിൽ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും കേരള റാങ്ക് ആയിരുന്നു പബ്ലിഷ് ആയിട്ടില്ലല്ലോ. അപ്പം കേരള റാങ്ക് കണ്ടുപിടിക്കാനായി ഒരു ചെറിയൊരു എളുപ്പ വഴി എന്താന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്കിനെ 9 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അതായത് 9 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടും. ഒരിക്കലും അതായിരിക്കില്ല എക്സാക്ട് നിങ്ങളുടെ കേരള റാങ്ക്, പക്ഷെ ഏറെക്കുറെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു 500-എങ്കിലും ഒരു ഡിഫറൻസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ ഏറെക്കുറെ നമ്മുടെ കേരള റാങ്ക് ഏതായിരിക്കും നമുക്ക് ചെറുങ്ങനെ ഒന്ന് ഊഹിക്കാൻ പറ്റും. അതായത് നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്കിനെ 9 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കും. അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോ കേരള റാങ്ക് വന്നിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. അപ്പൊ നിങ്ങൾക്ക് ഏത് കോഴ്സിനായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ ചാൻസ് ഉള്ളത് എന്നാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ MBBSന്റെ കാര്യം നോക്കാം. അതിൽ നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് കേരളത്തിലെ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ റാങ്ക് കിട്ടിയ കുട്ടികൾ ചൂസ് ചെയ്തിട്ടുള്ളത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം കാലിക്കറ്റ് മെഡിക്കൽ കോളേജില് സ്റ്റേറ്റ് മെറിറ്റിലെ റാങ്ക് വന്നത് 265 ഇനി ഇഴവ കാറ്റഗറി ആണെങ്കിൽ 483, ഇനി SC കാറ്റഗറി ആണെങ്കിൽ 6154, ഇനി ST കാറ്റഗറി ആണെങ്കിൽ 16,749 ആയിരിക്കും നമ്മളുടെ റാങ്ക് കിട്ടുന്നത്. അത് ഈ റാങ്കിന്റെ ഉള്ളിൽ വരുന്ന കുട്ടികൾക്കൊക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് കഴിഞ്ഞ വർഷത്തെ റാങ്ക് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി രണ്ടാമത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് MBBSന്റെ ഏറ്റവും ലാസ്റ്റ് റാങ്ക് പോയിട്ടുള്ള മെഡിക്കൽ കോളേജ് ഏതാണെന്നാണ്. കഴിഞ്ഞ വർഷം ഏറ്റവും ലാസ്റ്റ് റാങ്ക് പോയിട്ടുള്ളത് കോന്നി മെഡിക്കൽ കോളേജിലാണ്. അപ്പൊ നമുക്ക് അവിടുത്തെ റാങ്കും കാര്യങ്ങളും നോക്കാം. കോന്നി മെഡിക്കൽ കോളേജിൽ സ്റ്റേറ്റ് മെറിറ്റിന്റെ കാര്യം ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇനി അത് ഇടവ കാറ്റഗറി ആണെങ്കിൽ 1822, SC കാറ്റഗറി ആണെങ്കിൽ 11,977, ഇനി ST കാറ്റഗറി ആണെങ്കിൽ 21,174 അതായത് ഏറെക്കുറെ നിങ്ങൾക്ക് ഒരു ഇഴവ കാറ്റഗറി ഒക്കെയുള്ള കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു 1800 മുകളിൽ റാങ്ക് നിങ്ങൾക്ക് കേരള റാങ്ക് ഉണ്ടെങ്കിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം സ്റ്റേറ്റ് മെറിറ്റ് ആണെങ്കിൽ ഒരു 1300 അല്ലെങ്കിൽ 400 ഒക്കെ മേലെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എന്തായാലും നിങ്ങൾക്ക് സീറ്റ് ലഭിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജസിന്റെ റാങ്കും കാര്യങ്ങളുമാണ്. അപ്പം അതിൽ തന്നെ ഏറ്റവും കൂടുതൽ റാങ്ക് കിട്ടിയ കുട്ടികൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആണ് തൃശ്ശൂരുള്ളത്. അവരുടെ സ്റ്റേറ്റ് മെറിറ്റിന്റെ റാങ്ക് വരുന്നത് 2116. ഇനി ഇഴവ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് 2703 മേഖലയിൽ റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കും. ഇനി SC കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് 12,351, ST കാറ്റഗറി ആണെങ്കിൽ 22,424 റാങ്ക് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിൽ മിനിമം എത്ര റാങ്ക് വേണം നമുക്ക് സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജിലേക്ക് ചേരാനാണ്. അപ്പം ഇവിടെ കണക്ക് പ്രകാരം അൽ-അസർ മെഡിക്കൽ കോളേജിൽ അവസാനമായി എടുത്ത റാങ്ക് എന്ന് പറയുന്നത് 9,760. അതായത് നിങ്ങൾക്ക് ഏറെക്കുറെ കറക്റ്റ് ഇങ്ങനെ ആയിരിക്കണം എന്നില്ല ഈ വർഷം, പക്ഷെ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം 9,760 റാങ്ക് കിട്ടിയ കുട്ടിക്ക് വരെ മെഡിസിന് സീറ്റ് ലഭിച്ചിട്ടുണ്ട്. ഇനി അവർ ഇഴവ കാറ്റഗറി ആണെങ്കിൽ 11,473, SC കാറ്റഗറി ആണെങ്കിൽ 15,733, ST കാറ്റഗറി ആണെങ്കിൽ 25,444 റാങ്ക് ഉണ്ടെങ്കിൽ പോലും നമുക്ക് കേരളത്തിൽ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ MBBS സീറ്റ് ലഭിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് MBBS ലഭിക്കാൻ വേണ്ട മിനിമം റാങ്കും അല്ലെങ്കിൽ മാക്സിമം റാങ്കും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലേക്കാണെങ്കിൽ അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് MBBS അല്ല, ഇനി നമ്മൾ നോക്കുന്നത് BDSന്റെ കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് എത്ര റാങ്ക് വേണം ഗവൺമെന്റ് BDSൽ കിട്ടാൻ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് BDSൽ കിട്ടാൻ എന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ കുട്ടികൾ ചൂസ് ചെയ്തിട്ടുള്ളത് ഗവൺമെന്റ് ഡെന്റൽ കോളേജ് കോഴിക്കോടാണ്. അവരുടെ സ്റ്റേറ്റ് മെറിറ്റിന്റെ റാങ്ക് വരുന്നത് 2810. ഇനി ഇഴവ കാറ്റഗറി ആണെങ്കിൽ 3403 റാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കും. ഇനി SC കാറ്റഗറി ആണെങ്കിൽ 16,000
364 അവരുടെ റാങ്ക്, അതായത് ലാസ്റ്റ് റാങ്ക് അവിടെ പോയിട്ടുള്ളത്. ഇവിടെ 4215 റാങ്കിലുള്ള കുട്ടിക്കാണ് ഏറ്റവും അവസാനമായിട്ട് ഗവൺമെന്റ് ഡെന്റൽ കോളേജിലേക്ക് കിട്ടിയത്. അത് ആലപ്പുഴ ഡെന്റൽ കോളേജിലേക്കാണ്. ഇനി ഇടവ കാറ്റഗറി ആണെങ്കിൽ 6155, SC കാറ്റഗറി ആണെങ്കിൽ 17972, ST കാറ്റഗറി ആണെങ്കിൽ 30958 റാങ്കും ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആലപ്പുഴ ഡെന്റൽ കോളേജിൽ നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ്. നോക്കാൻ പോകുന്നത് ഡെന്റൽ കോളേജിലേക്ക് വേണ്ട മിനിമം റാങ്ക് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര റാങ്കിന് മുകളിലുണ്ട്, നിങ്ങൾക്ക് എന്തായാലും ഡെന്റൽ കോളേജ് കേരളത്തിൽ ഏതെങ്കിലും സെൽഫ് ഫിനാൻസിൽ എന്തായാലും കിട്ടുന്നതായിരിക്കും. അപ്പം കഴിഞ്ഞ വർഷം ലാസ്റ്റ് റാങ്ക് പോയിട്ടുള്ളത് 40,427 ആണ്. അതും സെഞ്ചുറി ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി ഡെന്റൽ സയൻസ് കാസർഗോഡേക്കാണ്. അപ്പൊ നമ്മളിപ്പം BDSന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കോഴ്സ് ആയിരിക്കും അഗ്രികൾച്ചർ. അപ്പം അഗ്രികൾച്ചർ ഇവിടെ സെൽഫ് ഫിനാൻസ് ഇല്ല, ഗവൺമെന്റ് മാത്രമേ ഉള്ളൂ. അപ്പം അഗ്രികൾച്ചറിന് കിട്ടാൻ വേണ്ടി നമുക്ക് എത്ര റാങ്ക് വേണം എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം കേരളത്തിൽ ആകെക്കൂടെ 4 ഗവൺമെന്റ് അഗ്രികൾച്ചർ കോളേജേ ഉള്ളൂ. അതിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ കുട്ടികൾ ചൂസ് ചെയ്തിട്ടുള്ളത് കോളേജ് ഓഫ് ഹോർട്ടിക്കൾച്ചർ തൃശ്ശൂർ ഉള്ളതാണ്. അപ്പൊ ലാസ്റ്റ് റാങ്ക് അവിടെ പോയിട്ടുള്ളത് 5021 ആണ്. ഇനി ഏറ്റവും മാക്സിമം റാങ്ക് വേണ്ടത് എത്രയാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു 8319 കഴിഞ്ഞ വർഷം ഏറ്റവും ലാസ്റ്റത്തെ കട്ട് ഓഫ് ആയിട്ട് വന്നത്. അതും കോളേജ് ഓഫ് അഗ്രികൾച്ചർ കാസർഗോഡാണ്. അപ്പം ഏറെക്കുറെ നിങ്ങൾക്ക് 8000 മേലെ റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഗ്രികൾച്ചർ കോഴ്സിലേക്ക് നിങ്ങൾക്ക് കിട്ടാനുള്ള നല്ല ചാൻസ് കാണുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്ന മറ്റൊരു കോഴ്സാണ് വെറ്റിനറി. അപ്പൊ നമുക്ക് ഇനി വെറ്റിനറിന്റെ റാങ്ക് നോക്കാം. ഈ വെറ്റിനറി അഗ്രികൾച്ചറിനേക്കാൾ കുറച്ചുകൂടി ടൈറ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ വെറ്റിനറി കേരളത്തിൽ ആകെ കൂടെ 2 കോളേജേ ഉള്ളൂ, അതും 2 ഗവൺമെന്റ് ആണ്. സെൽഫ് ഫിനാൻസിങ് വെറ്റിനറി കോളേജ് ഇല്ല. അപ്പം കഴിഞ്ഞ വർഷം വെറ്റിനറി കോളേജിലേക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് മാക്സിമം റാങ്ക് കിട്ടിയിട്ടുള്ളത് 3747 ആണ്. അതും കോളേജ് ഓഫ് വെറ്റിനറി അനിമൽ സയൻസ് തൃശ്ശൂരുള്ളത്. ഇനി രണ്ടാമത്തെ വെറ്റിനറി കോളേജ് എന്ന് പറയുന്നത് 4755 റാങ്കിനാണ്. അപ്പൊ നിങ്ങൾക്കൊരു 4500 റാങ്കിന് മേലെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറ്റിനറി കോഴ്സിലേക്ക് ചേരാൻ പറ്റുന്നതായിരിക്കും. ഇനി മറ്റൊരു കോഴ്സ് BSc ഫിഷറീസ് ആണ്. ഫിഷറീസിന് വേണ്ടി ലഭിക്കുന്നത് മിനിമം റാങ്ക് എന്ന് പറയുന്നത് 13,192 ആണ് കഴിഞ്ഞ വർഷത്തെ, അതായത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് പയ്യന്നൂർ. അപ്പൊ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു 11,000 മുകളിൽ റാങ്ക് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഫിഷറീസിനും സീറ്റ് ലഭിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആയുർവേദവും ഹോമിയോയും കൂടിയാണ്. നമ്മൾ നോക്കാൻ പോകുന്നത് ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ കാര്യമാണ്. അതിൽ തന്നെ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ റാങ്ക് കിട്ടിയ കുട്ടികൾ ചൂസ് ചെയ്തിട്ടുള്ളത് ആയുർവേദ കോളേജ് ട്രിവാൻഡ്രം ആണ്, 8610. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആയുർവേദ മെഡിക്കൽ കോളേജിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള മിനിമം റാങ്ക് ആണ്. അപ്പം അത് എന്ന് പറയുന്നത് 11,445 ആണ് ആയുർവേദ കോളേജ് ഒല്ലൂരുള്ളത്. അപ്പം അതായത് മിനിമം നിങ്ങൾക്ക് ഒരു 10,000 മുകളിൽ റാങ്ക് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആയുർവേദ മെഡിക്കൽ കോളേജിൽ ഗവൺമെന്റ് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. നമ്മൾ നോക്കാൻ പോകുന്നത് സെൽഫ് ഫിനാൻസിൽ ആയുർവേദത്തിന് വേണ്ടിയിട്ടുള്ള മിനിമം റാങ്ക് ആണ്. അതെന്ന് പറയുന്നത് നിങ്ങൾക്കൊരു 37,474 റാങ്കിന് മുകളിലുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് PN പണിക്കർ സൗഹൃദ ആയുർവേദ മെഡിക്കൽ കോളേജ് കാഞ്ഞങ്ങാടുള്ളതിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കും. അതായത് നിങ്ങൾക്കൊരു 37,000 മുകളിൽ റാങ്ക് ഉണ്ടെങ്കിൽ തന്നെ സെൽഫ് ഫിനാൻസിലായാൽ പോലും നിങ്ങൾക്ക് ഒരു ആയുർവേദ മെഡിക്കൽ കോളേജിൽ സീറ്റ് ലഭിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹോമിയോപ്പതിക്കിന്റെ കാര്യമാണ്. കഴിഞ്ഞ വർഷം ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലേക്ക് എത്ര റാങ്ക് കിട്ടിയ കുട്ടികളാണ് ചേർന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇതിൽ കൊടുത്തിരിക്കുന്ന റാങ്ക് പ്രകാരം കഴിഞ്ഞ വർഷം 15,259 ആണ് അവിടെ ഗവൺമെന്റിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് റാങ്ക്. അത് കിട്ടിയിരിക്കുന്ന ANSS ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് കോട്ടയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു 15,000 മുകളിൽ റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോമിയോയില് ഗവൺമെന്റിൽ സീറ്റ് ലഭിക്കുന്നതായിരിക്കും. ഇപ്പൊ ഞാൻ കേരളത്തിലെ ഒരുവിധം എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോഴ്സിന്റെയും മിനിമം റാങ്ക് കഴിഞ്ഞ വർഷത്തെ പ്രകാരം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പൊ നിങ്ങൾക്ക് കേരള റാങ്ക് വരുന്ന സമയത്ത് ഏറെക്കുറെ നിങ്ങൾക്ക് ഏത് കോഴ്സിനാണ് അഡ്മിഷൻ ലഭിക്കുക എന്നുള്ള കാര്യം മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതുവരെ കേരള റാങ്ക് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾ 9 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കും. ഞാൻ വീണ്ടും പറയും, നിങ്ങൾ എന്നെ ചീത്ത പറയുന്നത് എക്സാക്ട് അതായിരിക്കില്ല വാല്യൂ, പക്ഷെ ഏറെക്കുറെ ആ ഒരു വാല്യൂവിന് അടുത്തായിരിക്കും. അപ്പൊ നിങ്ങൾ ഏറെക്കുറെ നിങ്ങൾക്ക് ഇപ്പോഴേ ഒരു ധാരണ കിട്ടും നിങ്ങൾക്ക് ഏത് കോഴ്സിന് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാം എന്നുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കുക, ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കോഴ്സ് അല്ല നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള നീറ്റ് കണ്ടന്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ മറ്റൊരു നീറ്റിന്റെ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.